എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ലേഡീസിൽ പലരും കാർ ഓടിക്കുന്നവരുണ്ടാവും, ലൈസൻസ് ഉള്ളവരുണ്ടാവും, ലൈസൻസ് എടുത്തിട്ട് വണ്ടി എടുക്കാത്തവരുണ്ടാവും, ഒരുപാട് പേര് ഉണ്ട്. അപ്പം അതിൽ ഈ കാറ് എടുത്തിട്ട് പോകുന്ന ലേഡീസ് ഉണ്ടല്ലോ, വളരെ സത്യസന്ധമായിട്ട് അതിന് ഉത്തരം പറയണേ. അതിൽ എത്ര പേർക്ക് ഇപ്പം നമ്മൾ ഒരു അവസരത്തിൽ ഒരിടത്ത് എത്തുമ്പം കാറ് പഞ്ചറായെന്ന് കരുതുക. അപ്പോൾ ആ ടയർ നമുക്കൊന്ന് മാറ്റണം, നമുക്ക് ചുറ്റും ആരുമില്ല എന്ന് വിചാരിക്കണം. അത് ആളുടെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉള്ള ഒരു ഏരിയ ആണെന്ന് സങ്കല്പിക്കണം. അപ്പം എത്ര പേർക്ക് കാറിൻ്റെ ടയർ മാറ്റാൻ അറിയുന്ന ലേഡീസാണ് ഞാൻ പറയുന്നത് ഉള്ളവരുണ്ടെന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയും. ഇപ്പം നമ്മൾ അതെല്ലാം പോട്ടെ. ഇപ്പം നമുക്ക് ഇപ്പം കാർ ടയർ മാറ്റണമെങ്കിൽ അതിൻ്റെ ജാക്കി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയുന്ന എത്ര പേരുണ്ട്? പിന്നെയുള്ളത് ഈ ജാക്കി ഈ ടയറിൻ്റെ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളാരും അതിനെക്കുറിച്ചൊന്നും വലിയ ബോധവൽക്കരണം നടത്തത്തില്ല അല്ലേ. വണ്ടി എടുക്കും, ലൈസൻസ് കിട്ടിയ ഉടൻ നമ്മൾ വണ്ടി എടുക്കും, ആവേശത്തിൽ വണ്ടിയും കൊണ്ടങ്ങ് പോവുകയാണ്. പക്ഷെ അതിൽ പലർക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത് ആവശ്യം വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ വണ്ടി കൊണ്ട് നടക്കുമ്പം ഈ ഒരു സംഗതി മാറ്റാനെങ്കിലും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനവസര ഘട്ടങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഇത് പറയാനൊരു റീസൺ ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇത് പറയുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഇവർ പള്ളിയിൽ പോകാനായിട്ട് നോക്കുമ്പോഴേക്കൊണ്ട് കാറ് പഞ്ചറായിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവർ നടന്നിട്ടാണ് പള്ളിയിൽ പോയി തിരിച്ച് വന്ന ശേഷം ഇപ്പം ടയർ മാറ്റാനായിട്ട് പോകണം. അപ്പം നിസാറിക്ക മാറ്റാൻ നിന്നപ്പോഴേക്ക് സുൽത്താൻ പറഞ്ഞു വേണ്ട, സുൽത്താൻ അത് മാറ്റാം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവരും ഇതൊക്കെ പഠിക്കണമല്ലോ. അപ്പം നിസാറിക്ക കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ സ്പെയർ ടയർ എവിടാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പം നോക്കുമ്പോഴേക്കൊണ്ട് സ്പെയർ ടയർ ഇരിക്കുന്നതിൻ്റെ അവിടെ വെള്ളം എങ്ങനെ വന്നെന്ന് അറിയത്തില്ല. അപ്പം സുൽത്താൻ അത് മാറ്റാനായിട്ട് പോവാണ്. നമ്മളെപ്പോഴും ടയർ പഞ്ചറായി മാറ്റുന്നതിന് മുമ്പ്, ജാക്കി വെക്കുന്നതിന് മുമ്പ് ആ നെട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വയ്ക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ജാക്കി വെച്ച ശേഷം കൂടുതൽ ബലം കൊടുക്കാൻ പാടില്ല. പക്ഷേ ചിലപ്പോൾ ജാക്കി സ്ലിപ്പായി പോകും. അങ്ങനെ ആ ജാക്കി അവൻ വെക്കുവാണ്. പക്ഷേ ജാക്കി വെക്കുന്ന സ്ഥലം നല്ല ഒരു അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു ചെറിയൊരു പട്ട പോലെ സ്ഥലമുണ്ട്. അവിടെ വേണം വെക്കാനായിട്ട്. അല്ല എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി പൊങ്ങത്തില്ല. എന്നിട്ട് നമ്മൾ ടയർ പയ്യെ നെട്ടൊക്കെ ഊരിയിട്ട് നമ്മൾ അത് താനെ അതിങ്ങനെ ഊരി വരും. നട്ടൂരുമ്പോൾ തന്നെ ടയർ ഊരി വരും. അപ്പൊ പിന്നെ നമ്മുടെ സ്പെയർ ടയർ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച ശേഷം എപ്പോഴും നെറ്റ് ഇടേണ്ടത് ക്രോസ് ഉള്ളതാണ് ആദ്യം ഇടേണ്ടത്. അപ്പോഴാണ് അതൊന്ന് വിലക്കത്തുള്ളൂ, അങ്ങനെ കയറത്തുള്ളൂ. എന്നിട്ട് പിന്നെ ക്രോസ് ചെയ്ത് പിന്നെ അത് നെട്ടൊന്ന് മുറുക്കിയ ശേഷം, നമ്മൾ പറ്റുന്നിടത്തോളം മുറുക്കിയ ശേഷമാണ് ജാക്കി മാറ്റേണ്ട ആവശ്യമുള്ളത്. ഇത് നല്ല വൃത്തി ഒന്ന് ടൈറ്റായി അപ്പോഴൊന്ന് ജാക്കി പയ്യെ ലൂസാക്കി മാറ്റണം. ജാക്കി മാറ്റുമ്പോൾ ഒന്നുകൂടെ ഇരിക്കും വണ്ടി. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ ഇരുന്ന് അത് ലൂസാക്കി എടുക്കണം. അതിന്റെ മാക്സിമം ഊരിയാലേ അത് വെളിയിൽ വരത്തുള്ളൂ. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പം എന്നല്ല, ഒരു വണ്ടിയിൽ എപ്പോഴും ഇതുപോലൊരു ജാക്കിയും സ്പാനേഴ്സ് അല്ല, സ്പെയർ പാർട്സ് അല്ലേ, എന്ത് പറയുന്നത്, അതൊക്കെ വണ്ടിയിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഊരിയ ശേഷം ജാക്കി ഊരിയ ശേഷം ഒന്നും കൂടെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് അത് കപ്പൊക്കെ ഉണ്ടെങ്കിൽ കപ്പിടണം. ഇതാണ് ആണി കണ്ട സമയം. അതന്നെ, അത് ആണി കയറിയാണ് ചപ്പി അതൊരു പരുവായി. അപ്പം എപ്പോഴും നമ്മള് സ്പെയർ ടയർ വേണം. അതുപോലെ തന്നെ പേപ്പർ ഉണ്ടോന്ന് നോക്കണം. അല്ലാതെ നമ്മൾ കാറിൽ ലൈസൻസ് എടുത്തെന്ന് എഴുതി നേരെ കാറിൽ കയറിയിരുന്ന് അങ്ങ് പോവല്ല വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം വണ്ടിയിൽ ഉണ്ടോ എന്ന് വണ്ടി ഓടിക്കുന്ന ലേഡീസ് ആണ് കേട്ടോ. ജെന്റ്സ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ഇത് ഒന്ന് ശ്രദ്ധ വെക്കണം. അപ്പൊ എങ്ങനെയുണ്ട് സുലു ടയർ മാറ്റിയ ഒരു എക്സ്പീരിയൻസ്? തളർന്ന അത് തുടക്കത്തെ മാത്രമേ ഉള്ളൂ, പിന്നെ എളുപ്പം. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ജാക്ക് വെക്കുമെന്ന് പറഞ്ഞില്ലേ, ജാക്ക് വെക്കുമ്പം ആ സ്ലോപ്പുള്ള സ്ഥലത്ത് വെക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നെട്ടൊക്കെ ഒന്നും. തിയറിയില് എനിക്ക് അറിയായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്യണത്. അപ്പം ജാക്ക് എവിടെ വെക്കണം എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം വെക്കാനുള്ള സ്ഥലമൊക്കെ കാണുന്നത്. നോക്കിയപ്പോ അടി നോക്കിയപ്പോ ഒരു ഗ്രൂവ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ചിലപ്പോ ഇവിടെ വെക്കാനായിരിക്കും ആ ഗ്രൂവ്. അപ്പൊ ചോദിച്ചപ്പോ അവിടെ തന്നെ വെക്കാനുള്ളത്. പിന്നെ നമ്മൾ ജാക്കി വെച്ച് ഫുൾ ഓപ്പൺ ചെയ്യുന്ന മുമ്പേ നമ്മൾ നട്ടെല്ലാം കുറച്ച് ലൂസാക്കി വെക്കണം. കാരണം നമ്മൾ അത് ലൂസാക്കാതെ നമ്മൾ ജാക്കി ഫുൾ പൊക്കിയിട്ടാണ് ലൂസ് ആക്കണമെങ്കിൽ അത് ജാക്കി സ്ലിപ്പ് വീഴാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വീൽ എടുത്ത ശേഷം
ജാക്കി നേരെ വെച്ചില്ലെങ്കിൽ പിന്നെ ഫുൾ വണ്ടി താഴ്ന്നാ പിന്നെ പൊക്കാള സ്ഥലം ഇല്ല. പഠിച്ചോണ്ടാ അങ്ങനെ കുറെ ടിപ്സ് ഇതെല്ലാം നമ്മള് ചെയ്ത് നോക്കുമ്പോഴേ ഇതൊക്കെ പഠിക്കൂ. ഏത് കാര്യമായാലും നമ്മള് ഇങ്ങനെ ഈ വിഷ്വൽ കാണുന്നതിനെക്കാളും നമ്മൾ ആ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്ത് തന്നെ അത് സംഭവം ഏതാണെങ്കിലും കേട്ടോ, അതിന് കുക്കിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രാക്ടിക്കലിൽ ഞാൻ എന്ത് പറഞ്ഞാലും കുക്കിംഗ് അവിടെ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ സുലു ആണെങ്കിൽ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ടാ, അവ എടുത്തിട്ട് വേണം എനിക്ക് കുറച്ച് 2-3 റൗണ്ട് ഓടിക്കാൻ. അതിന്റെ എല്ലാം പ്രാക്ടിക്കലി പഠിച്ചിരിക്കണം. സുലുവിന് ഇവിടെ വരുമ്പോഴാണ് അവൻ 2 വീലർ എടുക്കണം. അപ്പൊ അവൻ അവിടെ ജോലി സ്ഥലത്ത് ഓഫീസിലേക്ക് നടന്നു പോണ ദൂരവേ ഉള്ളൂ. ഇപ്പം അവിടെ അപ്പാർട്ട്മെന്റിനൊക്കെ ഒരുപാട് റെന്റ് കൂടി എന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പൊ അവന് കുറച്ച് മാറിയിട്ട് അപ്പാർട്ട്മെന്റ് എടുക്കണമെങ്കിൽ പിന്നെ പോയി വരാനും ഒക്കെ അവിടെ ബസ്സിലൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ബുള്ളറ്റ് എടുക്കുന്നത്. ഏത് ടൈപ്പ് ബുള്ളറ്റാ മോനെ എടുക്കണേ? സോറി, റോയൽ എൻഫീൽഡ് ആണ് അവൻ എടുക്കുന്നത്. ഏതാണ് എടുക്കുന്നത്? അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നവർ ഇപ്പൊ വ്യൂവേഴ്സ് കണ്ടോണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ എങ്ങനെയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആ ഉള്ളവരാണെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണം. ഫാബിക്കുട്ടി എന്താണ് അവിടെ വന്ന് എത്തി നോക്കിട്ട് അപ്പൊ ഇന്ന് നമ്മുടെ സൽമാന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതെന്താണെന്ന് അവർ കാണട്ടെ. കാര്യം എന്തെന്നറിയാവോ, നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പില് ഫുഡ് കൊടുക്കുമ്പോൾ ആദ്യം ആകുമ്പോൾ നമ്മൾ അത്ര സ്ട്രിക്റ്റിൽ പോകാൻ പാടില്ല. അപ്പൊ കുറേശ്ശെ വേണം കൊണ്ടുവന്ന് മുറുക്കി കൊണ്ടുവരാനുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടാ. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയിലെ ഉലുവയില ഉണക്കിയത്. പിന്നെ വേണ്ടത് നാരങ്ങാ നീരാണ്. പകുതി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസ്റ്റായിട്ട് നാരങ്ങാ നീര് നമ്മൾ ഇതിലേക്ക് എടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സലുവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പീസ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് എടുത്താണ്. മൊത്തം 4 പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മസാല നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വരഞ്ഞെടുക്കണം ചിക്കൻ, എങ്കിൽ മാത്രമേ ഈ മസാല ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പം ഞാൻ മസാലയൊക്കെ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞത് ഒരു 1/4 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം ഞാനിത് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. തലേ ദിവസം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള വളരെ പ്രോട്ടീനുള്ള ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി 1 ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ, വളരെ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് വെന്ത് വരണം. റോ ടേസ്റ്റ് വരരുത് കേട്ടോ, അത് നല്ലതുപോലെ ഒന്ന് വെന്തിരിക്കണം. ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ആവാനും പാടില്ല. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് കറക്റ്റ് പരുവത്തിന് ആ വെള്ളമൊക്കെ ചാറൊക്കെ വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇവിടെ 2 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുക്കുംബറും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. പിന്നെ നമ്മൾ ഈ തണുത്തിരിക്കുന്ന നമ്മളുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ സാലഡ് തന്നെ ഒരുപാട് സാലഡ്, ഹെൽത്തി സാലഡ് ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. പിന്നെ കടല വേവിച്ചത് ഒരു 1/2 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പോമഗ്രാനൈറ്റ്, മാതളമാണ്. അതും ഇട്ട ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ വെജിറ്റബിൾസും ഈ പൊമഗ്രാനൈറ്റും ഒക്കെ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തത് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളുടെ ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ എയർ ഫ്രയറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിലേക്ക് നമ്മുടെ ഈ ചിക്കൻ പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പം ഒട്ടും ഓയിലോ ഒന്നും നമ്മൾ ചേർക്കത്തില്ല. നമ്മൾ ചേർത്തത് തന്നെ ഒലിവ് ഓയിലാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം 180°C ഇട്ടിട്ട് ഞാനൊരു 31 മിനിറ്റാണ് ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അതിനനുസരിച്ച് അത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർന്നാൽ മാത്രം മതി കേട്ടോ. ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ തൈരിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇത് ഫ്രൈഡ് ഒണിയനാണ്. ഇത് ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത ഒണിയനാണ്. ഒരു 1/4 കപ്പ് ഇട്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് 2 തക്കാളി കട്ട് ചെയ്തതാണ്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ബിരിയാണിയുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. കാരണം നമ്മൾ ഒട്ടും ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഫ്രൈഡ് ഓണിയൻ തന്നെ ഞാൻ എയർ ഫ്രയറിലാണ് തയ്യാറാക്കി എടുത്തിരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 11 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴേക്കും ഞാൻ ചിക്കൻ പീസസ് ഒന്ന് മറച്ചു വെച്ചു കൊടുക്കാണ് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കും. കാരണം 2 ഇടവും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഓൾമോസ്റ്റ് ഇതാ കണ്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു 11 മിനിറ്റും കൂടെ ആകുമ്പോൾ കറക്റ്റ് പരുവത്തിൽ നമുക്ക് എയർ ഫ്രയർ ചിക്കനും റെഡിയായി കിട്ടും കേട്ടോ. അപ്പം അതവിടെ റെഡിയാകുന്ന ടൈമിൽ നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഷാജീരകം ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട ശേഷം കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് കീറിയിട്ടൊന്നുമില്ല, വെറുതെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയ ശേഷം തിള വരാനൊന്നും നിൽക്കേണ്ട. തിള വരുന്നതിന് ജസ്റ്റ് മുൻപ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, ഊറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിപ്പം അരി നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കത്തില്ല കേട്ടോ. ഒരു 90% വെന്താൽ മതിയാകും. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരിയുടെ പരുവം ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ദാ നമ്മളുടെ എയർ ഫ്രയർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പരുവത്തിന് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു പാനിലേക്ക് ദാ ഈ റെഡിയായ ചിക്കൻ 2 പീസ് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ 2 പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാനിൽ ഫുള്ളായിട്ട് വെക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് മറ്റൊരു പാനിലും കൂടെ റെഡിയാക്കാണ്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഇതിൻ്റെ മീതെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ഓയിലില്ലാതെ നമ്മൾ ഈ ചിക്കനെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം എന്നും ഒരേ ടൈപ്പിൽ നമ്മൾ കഴിക്കുമ്പം ഒരു മടുപ്പുണ്ടാവും. അപ്പം റെഡിയാവാൻ ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുത്തിരിക്കണേ. അപ്പം ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല, മൂടി മാറ്റിയപ്പോഴേക്ക് ഇതാ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് തിള വരുന്നതുണ്ടോ. ആ സമയത്ത് നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതാ മറിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എപ്പോഴും അത് കഴിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ ബിരിയാണി ആയതുകൊണ്ട് അപ്പോൾ ദാ വീണ്ടും ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് റൈസ് എന്ത് പരുവായെന്ന് നോക്കാം. ഇതാ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിരിക്കാനായിട്ട് ഓവർ കുക്കാവാൻ പാടില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡിയാക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഇതാ ഒരു വലിയൊരു അരിപ്പയിൽ ഇതാ ഇതുപോലെ കോരിയെടുക്കുകയാണ്. കോരിയെടുത്തിട്ട് ഇതാ ഇപ്പം നമ്മളുടെ ചിക്കൻ്റെ അടപ്പൊന്ന് മാറ്റിയ ശേഷം കോരിയെടുത്ത റൈസ് ഇതിന് മീതെ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 പാനിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ പാകത്തിനുള്ള റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 90% മാത്രം വെന്താൽ മതി റൈസ്. ബാക്കി ഇതിലിരുന്ന് അങ്ങ് കുക്കായിയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സാഫ്രോൺ പാലിൽ കലക്കിയത് കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ മൂടി തുറന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഇതാ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ്.
അപ്പം ഇത് അടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം മസാല കുറച്ച് മതിയെങ്കിൽ കുറവായിട്ടെടുക്കാം. ഞാൻ ഈ ഒരു പാനിൽ ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ച് മസാല ഇട്ടിട്ടാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ആ മസാലയും ആ ചിക്കനും എല്ലാം കൂടി നല്ല ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. അപ്പം വല്ലപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, വല്ലപ്പോഴും ഇങ്ങനെയും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം എപ്പോഴും ഒരേ രീതിക്ക് കഴിക്കുമ്പോൾ ചിലപ്പം മടുപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഇതാ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടാമത് വേറൊരു പാനിലേക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയില്ല, അതാണിത് കേട്ടോ. അപ്പം അതും കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. കണ്ടോ, മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർ ഫ്രയർ ഇല്ല എന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മളിത് ഈ ചിക്കൻ റെഡിയാക്കിയ ശേഷം നമ്മൾ ആവി ഏറ്റി എടുത്താൽ മതി. അതായത് നമ്മളൊരു സ്റ്റീമർ വച്ചിട്ട് അടിയിൽ വെള്ളം വെച്ച ശേഷം തട്ടിൽ ഈ ചിക്കൻ വച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടൈമിൽ നമ്മൾ വയ്ക്കേണ്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ തിരിച്ച് മറിച്ചു ഇട്ടെടുക്കുമ്പോഴേക്കും ആ ചിക്കനും റെഡിയായി കിട്ടും. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പം ചൂടോടുകൂടി തന്നെ വിളമ്പുകയാണ്. അപ്പം നമ്മളുടെ സൽമാന് ഞാനിവിടെ കുറച്ച് റൈസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവർ കഴിക്കാനായിട്ടിരുന്നു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സാലഡൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാലഡാണ്. ബീട്രൂട്ടൊക്കെ ചേരുന്നുണ്ട്, അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. ഈ താല്പര്യം ഇല്ലായ്മയിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഹെൽത്തി ആണെന്നുള്ള കാര്യം. പ്രത്യേകത അറിയാതില്ല, ഉമ്മ പറയും എന്താ സമയത്തിന്റെ പ്രത്യേകത ഇന്നത്തെ എണ്ണയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എണ്ണയില്ലാത്ത നമ്മളുടെ എയർ ഫ്രയർ ബിരിയാണി എന്ന് തന്നെ പറയാം. പക്ഷെ അപ്പൊ അവർ ചോദിക്കും ഒലിവിട്ട ഒഴിച്ചതോ എന്ന് ചോദിക്കും. അത് ലേശം ഒലിവ് ഓയിലാണ് ഒഴിച്ചത് കേട്ടോ. കുഴപ്പമില്ല, അത് ഇതിലല്ല ഒഴിച്ചത്. നമ്മൾ ആ ചിക്കൻ ഗർഭിണികൾ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒന്നാണ്. ഓക്കെ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോളെ? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണിയാണോ നല്ലത് സാലഡാണോ? സാലഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ബിരിയാണി കൊള്ളാം. വൈകുന്നേരം ആയപ്പോഴുണ്ട് ഫാബി മോൾക്ക് നൊങ്ക് കഴിക്കണം എന്ന് ആഗ്രഹം കേട്ടോ. അപ്പൊ ഈ ആഗ്രഹിക്കുന്ന സമയത്ത് വേണം നമുക്ക് അത് കഴിക്കാനുള്ളത്. അതിപ്പം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി അല്ല, ഒരു സാധാരണക്കാരിയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുമ്പം ഒരു സന്തോഷമല്ലേ. പിന്നീടാകുമ്പോൾ നമ്മുടെ ആ ആഗ്രഹം ചിലപ്പോൾ പോയെന്ന് വരും. അപ്പൊ അത് കാരണം ഫാബി മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നൊങ്ക് വാങ്ങിക്കാൻ വന്നതാണ്. നമ്മുടെ പേരൂർക്കട കഴിഞ്ഞ 6-ാം കല്ലിന്റെ അവിടെ, ആ വളവിന്റെ അവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അടിപൊളി നൊങ്ക് കിട്ടും. അപ്പൊ ഫാബി മോൾക്കുള്ള നൊങ്ക് നമ്മൾ നൊങ്കായിട്ട് തന്നെ വാങ്ങി കേട്ടോ. അപ്പൊ അവിടെ പല വെറൈറ്റി ആയിട്ടുള്ള നൊങ്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനും നിസാർക്കായും നമുക്ക് 2 ഗ്ലാസ് നൊങ്ക് ഓർഡർ കൊടുത്തു. അപ്പൊ അവിടെ കിട്ടണമെന്ന് വെച്ചാൽ നല്ല വലിയ ഗ്ലാസ്സിലാണ് തരുന്നത് കേട്ടോ. ഇപ്പോഴൊക്കെ മിക്കവാറും ഷോപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിലൊക്കെയാണ് ഓരോ കാര്യങ്ങൾ തരുന്നത്. ഇതിപ്പം വലിയ വിലയൊന്നും പറയാനൊന്നുമില്ല, നല്ല അടിപൊളി. അവര് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങാണ്ട് കൊണ്ടുവന്ന്, ഇവർ തമിഴരാണ് കേട്ടോ, കൊണ്ടുവന്ന് ഇത് ചെയ്യുന്ന നൊങ്കാണ് കേട്ടോ. അപ്പൊ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവഴി പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കൊണ്ടുപോകാൻ ചെയ്യാം, ഉറപ്പായിട്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരിൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി പാസ് ചെയ്യുമ്പം കഴിച്ചിട്ടുള്ളവർ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നൊങ്ക് സർബത്ത് മാത്രമല്ല പലതരം സർബത്തും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഉള്ള ഒരു സംഭവമാണ് ഈ പൊങ്ങ് കേട്ടോ. അതെപ്പോഴും ഇല്ല, സീസണിലാണ് ഉള്ളത് കേട്ടോ. പൊങ്ങെന്ന് പറയുമ്പോൾ പറഞ്ഞൂടെ നമ്മളുടെ തേങ്ങ കുരുപ്പ് വന്നത്. അപ്പൊ അതും ഫാബി മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അപ്പൊ ഇളക്കിയപ്പോഴേക്കും ഞാൻ കുറച്ചൊന്ന് കടിച്ചു നോക്കിയതാണ്, ടേസ്റ്റ് നോക്കി. അപ്പം മോക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കാം, ഇത് കഴിച്ചോന്ന് നിസാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ. അപ്പൊ അങ്ങനെ അത് എടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടാ. ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ കുരുപ്പ് കഴിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി വേണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.